ഹായ് നമസ്കാരം. പൊതുവെ പ്രഗ്നൻസിനും അവരുടെ അമ്മമാർക്കും അവരെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവുന്ന ചില സംശയങ്ങളാണ് ഈ ഗർഭിണികൾക്ക് തൈലങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ എണ്ണ, കുഴമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുടെ ദേഹത്ത് പുരട്ടാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മുടെ ആയുർവേദ തൈലങ്ങളാണെങ്കിൽ പലതിനും പല പൊട്ടൻസിയാണ്. ചിലത് നമ്മുടെ ബോഡിക്ക് ഉഷ്ണം ഉണ്ടാക്കുന്നതാണ്, ചിലത് കൂളായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഗർഭിണികൾ പൊതുവേ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് നടുവേദന, കാലുവേദന അങ്ങനെയുള്ള കണ്ടീഷനായിരിക്കും. രണ്ടാമത് നമ്മുടെ സ്കിന്ന്, നമ്മുടെ അബ്ഡമൻ വലുതാവുന്നതിനനുസരിച്ച്, യൂട്രസ് വലുതാവുന്നതിനനുസരിച്ച് സ്കിന്ന് വെലിയും. ഈ വെലിയുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ചൊറിച്ചിലും ബുദ്ധിമുട്ടും, പിന്നെ അതേപോലെ സ്കിന്ന് ഡ്രൈ ആയിട്ട് പൊട്ടുന്ന പോലെയും അതേപോലെ സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ കാണും. ഇതൊക്കെയാണ് പൊതുവേ ഗർഭിണികളിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കണ്ടീഷന് ഏത് ഓയിൽ യൂസ് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓർമ്മിക്കേണ്ടത്, നമ്മുടെ ആയുർവേദത്തിൽ ഇപ്പോൾ കൊട്ടൻ ചുക്കാദി അതുപോലുള്ള ഓയിലുകൾ കുറച്ച് ഹോട്ടാണ്, അതിൻ്റെ പൊട്ടൻസി കുറച്ച് ഉഷ്ണമാണ്. അത് സാധാരണ വേദനകൾക്കും അങ്ങനെയുള്ള കണ്ടീഷനിലും നീര് വലിയാനൊക്കെ കൊടുക്കുന്ന മരുന്നുകളാണ്. ഒരു കാരണവശാലും അങ്ങനെ ഉഷ്ണവീര്യമുള്ള കോമ്പിനേഷൻസ്, ഫോർമുലേഷൻസ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരം ഏറ്റവും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് നമ്മുടെ വയറിനൊക്കെ ആണെങ്കിൽ ഈ സ്ട്രെച്ചിങ്, ഇച്ചിങ്, ചൊറിച്ചിൽ, ഇതിനൊക്കെ നമുക്ക് ബട്ടർ, നമ്മൾ സാധാരണ ബട്ടർ ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നന്നായിട്ട് കുളിക്കുന്ന സമയത്ത് ഇളം ചൂടുവെള്ളം കൊണ്ട് നമ്മൾ കുളിച്ചാൽ മതി. അതേപോലെ കോക്കനട്ട് ഓയിൽ, വിർജിൻ കോക്കനട്ട് ഓയിൽ, ഒലീവ് ഓയിൽ, ഇതൊക്കെ നമുക്ക് മസാജ് ചെയ്യാം. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിണ്ടതൈലമാണ്. പിണ്ടതൈലം കൊണ്ട് നമുക്ക് നമ്മുടെ വയറിലും അതേപോലെ കൈകാലിലൊക്കെ കുഞ്ഞായിട്ട് മസാജ് ചെയ്യുന്നത്, അതായത് വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമ്മൾ ഈ സ്കിന്ന് വെലിയുന്നതും അതേപോലെ ആ സമയത്ത് ഉണ്ടാവുന്ന ആ അസ്വസ്ഥതയൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, പിന്നെ അതുപോലെ നടുവേദനയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പിണ്ടതൈലം തന്നെ നമുക്ക് നടുവിൻ്റെ ഭാഗത്തൊക്കെ ആരെങ്കിലും കൊണ്ടൊക്കെ ഒരു വളരെ മൈൽഡായിട്ട് മസാജ് ചെയ്ത് തരാൻ പറയുന്നത് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ആദ്യം, അതായത് പ്രഗ്നൻസിയിൽ ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ ഇതുപോലെ മസാജുകളും കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളൊരു 4 മന്ത്സിന് ശേഷം ഒരു 5th മന്തിനോട് അടുക്കുമ്പം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അപ്പോഴായിരിക്കും കുറച്ച് സ്കിന്നൊക്കെ വെലിഞ്ഞ് വരുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഓയിൽ യൂസ് ചെയ്യുന്നതിന് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ എന്ത് തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഫിസിഷ്യനെ കണ്ട് നമ്മുടെ സ്കിന്നിന് ഇത് ഓക്കെയാണ്, നമ്മുടെ കണ്ടീഷൻ ഇത് ഓക്കെയാണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക.